നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം വളരെ പെട്ടെന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തത്തിന്റെ കാരണം. ഇത് ഒരാളിന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇൻഫെക്റ്റഡ് ആയ പേഴ്സന്റെ മലത്തിലൂടെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ രണ്ടും നല്ലവണ്ണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക. അതായത് വിരലുകളുടെ ഇടകള്, നഖത്തിന്റെ ഇട, ഇങ്ങനെ എല്ലാ ഏരിയയിലും സോപ്പും വെള്ളവും ആവുന്ന രൂപത്തിൽ 20 സെക്കൻഡ് എടുത്ത് കൈകൾ രണ്ടും കഴുകി വൃത്തിയാക്കുക. ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും കൈ സോപ്പിട്ട് കഴുകുന്ന ശീലം ഉണ്ടാക്കുക. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, വെള്ളം കുടിക്കുന്ന ഗ്ലാസുകൾ, ഇതൊക്കെ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി ശുദ്ധിയാക്കുക. നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശുദ്ധിയായതാണെന്ന് നമ്മൾ ഉറപ്പാക്കുക. കഴിവതും തിളപ്പിച്ചാറ് ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ജ്യൂസോ അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങൾ, ഐസ് ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധമായ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വാങ്ങുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെ വാങ്ങിയതിന് ശേഷം നല്ലവണ്ണം കഴുകി ശുദ്ധിയാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലത്തെ മറ്റ് ഭക്ഷണങ്ങളിലൊക്കെ ഈച്ച വന്നിരുന്ന് അത് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളൊക്കെ മൂടി വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ ഉള്ള കോമൺ വാട്ടർ സോഴ്സുകൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യേണ്ടതാണ്. ഭയങ്കര ക്ഷീണം, ഓക്കാനം, ഛർദ്ദിക്കാൻ വരല്, വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ഒരു ഡോക്ടർ സഹായം തേടുക. അതുപോലെ അസുഖം കൺഫേം ചെയ്തവർ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. 2 ആഴ്ചയെങ്കിലും പ്രോപ്പർ റെസ്റ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ അവർ കഴിക്കുന്ന ഭക്ഷണം മിതമായ ഭക്ഷണം, വളരെ എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രം കഴിക്കുക.